ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തായാലും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്ന് ഞാൻ കുശലം ചോദിക്കുവാണ്. കാരണം നമുക്കൊക്കെ അറിയാം, വയനാട് ദുരന്തവും നമ്മുടെ അർജുൻ്റെ കേസും എല്ലാം കൂടി മാനസികമായിട്ട് ഞാനും ഭയങ്കരമായിട്ട് ഡൗൺ ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ വീഡിയോ ഇടാതിരുന്നത്. പോരായി തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം, ഹസ്ബൻഡിൻ്റെ അമ്മ ഇവിടെയുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാം കൂടെ പറ്റുന്നില്ല. ബിക്കോസ് ഞാൻ അമ്മയെ ഒരു കാര്യം ഞാൻ ചെയ്യാൻ വിടാറില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എനിക്കിഷ്ടമല്ല, കാരണം വെച്ചാൽ വയസ്സായ ഒരു ലേഡിയാണ്. അപ്പോൾ നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവരെ ഒന്നിനും ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല. അതുകൊണ്ടാണ് എനിക്ക് വർക്കൗട്ട് ചെയ്യാനും ഒന്നിനൊരു സമയം കിട്ടുന്നില്ല. എനിക്ക് രാവിലെ എഴുന്നേൽക്കേണ്ടി വന്നാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ഫുഡ്, രാത്രിത്തെ ഫുഡ്, പുറത്ത് പോക്ക്, അങ്ങനെയെല്ലാം വരുമ്പോൾ ഒരു ബിസി ഷെഡ്യൂൾ ആവുന്നു. എനിക്കൊന്നും പറ്റുന്നില്ല. ഞാൻ ആകെ ഡൗൺ ആയി കിടക്കുകയാണ്. സത്യം പറയാലോ, ഭയങ്കര ഡിപ്രഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ഡിപ്രഷൻ. വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ അതിനൊട്ട് പറ്റുന്നുമില്ല. അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഒറ്റപ്പോക്ക് എനിക്ക് പുറത്തേക്ക് പോയി ജിമ്മിനൊക്കെ പോയി കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എന്തോ സംതിങ് ഈസ് ഹോണ്ടിങ് മീ. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് കൃത്യമായി ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഹസ്ബൻഡ് കുറച്ച് ദിവസം ലീവ് എടുത്തിട്ടുണ്ട്. ലീവ് കിട്ടി പുള്ളിക്ക്. ഞാനൊന്ന് കുറച്ചൊന്ന് ഫ്രീ ആയി. ആ ഒരു സമയത്ത് എനിക്ക് എന്തായാലും ജിമ്മിനൊക്കെ പോകാൻ പറ്റും. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ 2 മാസം ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു. 1 മാസം. അതിൽ 2 ദിവസം നമുക്ക് പോകാൻ പറ്റിയില്ലോ. കാലൊന്നും ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ കാലൊരു ബാൻഡേഡ് കൊണ്ട് കെട്ടി ആ ജിമ്മിനങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് വരും നമുക്ക്. ഇതിപ്പം എന്തോ തിന്ന് തടി കൂടി വരിക എന്നല്ലാണ്ട്, സത്യം പറയല്ലോ, ഞാൻ തിന്നിട്ട് വണ്ണം വെച്ചതാണ്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ഞാൻ അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആളോ അല്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആളോ ഒന്നും അല്ലാതെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യുക. എന്തായാലും നമുക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് എൻ്റെ കൈയിൻ്റെ വണ്ണം കണ്ടാൽ അറിയാലോ. അപ്പോൾ ശരിയാവൂല. ഇപ്പം XXL നിന്ന് XXXലേക്ക് ഒറ്റ നിമിഷം കൊണ്ട് പോകാൻ പറ്റും. തിരിച്ച് ഇന്ന് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കത് ചെയ്യാം. ഇനി ഒരു നിമിഷം നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. പറഞ്ഞ പോലെ സ്കൂൾ ഓർക്കാലായി എൻ്റെ കാര്യങ്ങളൊക്കെ വീണ്ടും അവതാളത്തിലാവും. അതിനു മുന്നേ എല്ലാം നമുക്ക് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ആരും ഡിപ്രഷനോ സങ്കടപ്പെട്ടിരിക്കേണ്ട, ബാക്ക്ഗ്രൗണ്ടൊന്നും നോക്കേണ്ട. നാട്ടിൽ പോയി വന്ന ശേഷം ഞാൻ കാര്യമായിട്ടൊന്നും ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് നമ്മൾ റൂം നോക്കാൻ പോവാണ്. ഇതിപ്പോൾ 1 BHK ആണ്. 2 BHK കിട്ടുകയെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. ഉള്ളതെല്ലാം 4000 റിയാലിൻ്റെ മേലെയാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഡൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇവിടെ അടുത്താണ്, ഒന്ന് തുമ്മാമയിലാണ്. അപ്പോൾ രണ്ടിടത്തുനിന്ന് ഞാൻ പോയി നോക്കട്ടെ. ഞാൻ തന്നെ ഏട്ടാ പോയി നോക്കുന്നത്. കാരണം വെച്ചാൽ എനിക്ക് കിച്ചൺ ആണ് മെയിൻ. ഇവിടുത്തെ കിച്ചൺ എന്ന് വെച്ചാൽ ഒരാൾക്ക് കഷ്ടിച്ച് നിൽക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഓഫീസിലൊക്കെ പോകുമ്പോൾ, ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കുട്ടികളുടെ ഫുഡ്, എൻ്റെ ഫുഡെല്ലാം ആക്കി വരുമ്പോഴേക്ക് കിച്ചണേ ഉണ്ടാവില്ല. കിച്ചണൊക്കെ നേരെ തലകീരിയായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. കുറച്ച് എനിക്കൊരു വിൻഡോ സ്പേസ് വേണം. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ബാൽക്കണി അങ്ങനെ കിട്ടിയ നല്ലതായിരുന്നു. പക്ഷെ എന്തായാലും നോക്കാം. 2 റൂം ഞാൻ പോയി നോക്കട്ടെ കേട്ടോ. അപ്പോൾ അത് 3:30 ആകുമ്പോൾ ഇറങ്ങണം, പോവാണ്. ബാക്കി വിശേഷങ്ങൾ വന്നിട്ട് കാണാം. ഓക്കെ. അപ്പോൾ അത് രാവിലത്തെ നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക് ഇളം ചൂട് വെള്ളമാണ് കേട്ടോ. അത് കുടിച്ച് കഴിഞ്ഞൊരു 15-20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന 2 ദോശ, പിന്നെ ഒരു ഹാഫ് ഗ്ലാസ് ചായ. ഈ ചായയിൽ ജസ്റ്റ് ഒരു ഹാഫ് സ്പൂൺ ഷുഗർ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നല്ലോണം വെള്ളം കുടിക്കുക. അപ്പോൾ ഞാൻ പൊന്നൂഷിനെ പഠിപ്പിക്കാൻ നിർത്തിയിട്ടാണുള്ളത് കേട്ടോ. ഉണ്ണിക്കുട്ടൻ പിന്നെയും പഠിച്ചോളും. പൊന്നൂഷ് ചെറിയ കുട്ടിയല്ലേ, അപ്പം പഠിച്ചതൊക്കെ മറക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ KG ആയതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങേ ഒരു ബേസ് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് പഠിപ്പിക്കാൻ നിർത്തുകയാണ്. ഇത്രയും നാൾ, അതായത് കഴിഞ്ഞ മാസവും ഈ മാസം 2 വീക്സോളായില്ലേ ഫ്രീ കൊടുത്തു. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ കുറച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സെപ്റ്റംബർ 1 സ്കൂൾ ഓർക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും തലയിൽ വേണ്ടേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ, എന്നിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഒരു 12 മണിയാകുമ്പോഴേക്കും ഞാനൊരു പഴം കഴിച്ചു. അതിനുശേഷം 1:30 ആകുമ്പോഴേക്കും ഞാൻ ചോറ് കഴിച്ചു. നമ്മുടെ ആ തവിയിൽ 2 സ്പൂൺ ചോറാണ് എടുത്തത്. പിന്നെ ചെറുപയർ നല്ലോണം എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ എനിക്ക് ഹെവി ആയിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് ബീട്രൂട്ടും ഉണ്ടായിരുന്നു, പിന്നെ ചെമ്മീൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ 1 സ്പൂൺ തൈര് ഞാൻ എടുത്തു. അപ്പോൾ ഇതെത്രയാണ് ഇന്നത്തെ ലഞ്ച്. ഹെവിയാണ്. ഇത്രയും ചോറ് വേണ്ടായിരുന്നു എന്ന് പിന്നീട് കഴിച്ചപ്പോൾ തോന്നി. പിന്നീട് റൂം നോക്കാൻ പോകാനുണ്ടായിരുന്നു. അതിനൊക്കെ പോയി തിരിച്ച് വന്ന ശേഷം ജസ്റ്റ് ഞാനൊന്ന് ലുലുവിൽ കയറിയതും 2-3 സാധനം ഞാൻ വാങ്ങിച്ചു. നേരെ തിരിച്ചു പോവാണ് കേട്ടോ വീട്ടിലേക്ക്. ഞാൻ ജിമ്മിന് പോകാം. അങ്ങനെ ചോറൊക്കെ കഴിച്ച് വൈകിട്ട് 5 മണിയാകുമ്പോഴേക്കും ജിമ്മിന് പോകാൻ തുടങ്ങി. മാറ്റാനുള്ള കോൺഫിഡൻസ് ഇല്ല. ഞാൻ വെച്ചാൽ അവിടെ എത്തിയിട്ട് ടോപ്പ് മാറ്റാം എന്നുള്ളത്. ഇന്നിപ്പോൾ പൊന്നിച്ച് കൂടിയുണ്ട്. അവൻ്റെ ഡേക്കയിലെ ചേച്ചി ഈ മാസം അവസാനമേ വരത്തുള്ളൂ. അപ്പോൾ പിന്നെ എൻ്റെ കൂടെ കൂട്ടി അവിടെ ഇരുന്ന് വെറുതെ അടി കൂടെ ഉണ്ടാകുന്ന വിചാരിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ കുറച്ച് നേരം വർക്കൗട്ട് ചെയ്തു. സൈക്ലിംഗ് ഉണ്ടായിരുന്നു, വാക്കിങ്, ത്രെഡ്മില്ലൊക്കെ ഞാൻ ചെയ്തു. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് ഞാനൊരു ചപ്പാത്തി, കുറച്ച് ചെറുപയർ, ഒരു ഓംലെറ്റ് ആക്കി കഴിച്ചു കേട്ടോ. രാത്രിയാണെങ്കിലും ഹെവി ആയിരുന്നു. ലേറ്റായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് നാളെ കാണാം.